നമ്മൾ ഈ ഇത്രയും മഴയത്ത് പോലും നമ്മൾ നടന്നിവിടം വരെ എത്തി. ഈ നീതി നമുക്ക് എങ്ങനെയും കിട്ടണം. അപ്പോൾ നമുക്ക് അതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇപ്പോൾ എനിക്ക് എങ്ങനെയായാലും ആ കുഞ്ഞുങ്ങളുടെ മോഹം പോലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് എങ്ങനെയായാലും ഇതിന്റെ നീതി നമുക്ക് കിട്ടണം. ബാക്കി ഇവർ പറയും. ഈ കേസിൽ അട്ടിമറി നടക്കുന്നുണ്ട് നല്ല രീതിയിൽ സംശയമുണ്ട്. കാശ് കൊടുത്ത് ഒതുക്കുന്നതാണെന്ന് നല്ല രീതിയിൽ സംശയമുണ്ട്. കാരണം ഇതിനെപ്പറ്റി ഒരു തെളിവുമില്ല, ഒന്നുമില്ല. ഒരു CCTV ഫുട്ടേജ് പോലും ഒന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താ സംഭവം ആർക്കും അറിയത്തില്ല. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം വെച്ചത്. ഇത് ഇവിടെ കൊണ്ട് ഏതായാലും നിൽക്കത്തുമില്ല. ഇതായാലും തുടക്കം മാത്രമായിരിക്കും. പിന്നെയും പ്രതിഷേധങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. കൊലപാതകമാണ് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ആ ചേച്ചി നല്ല രീതിയിൽ ഗാർഹികപീഡനം ഇത് ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം അവരെല്ലാം പുറമെ ഭയങ്കര നല്ലവരായിട്ട് ജീവിച്ച് നടക്കുന്നവരാണ്. പക്ഷെ വീടിന്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നിട്ടും അപ്പൊ ആ ചേച്ചി പോയത് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ആ ചേച്ചി ഒന്നൊരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ്, പ്രസിഡന്റും ആയിരുന്നു. ആ ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് അതിന് മാത്രം അവിടെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഇതിൽ തന്നെ ആയിരിക്കണം. അപ്പൊ അവരെ കറക്റ്റായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തിട്ട് അതിന്റെ തെളിവുകൾ എല്ലാം എടുത്തിട്ട് ആ പുള്ളിക്ക് ശിക്ഷ തന്നെ നേടി കൊടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രതിഷേധമാണ് ഇത്. ജിമ്മെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ എങ്ങനെ ഒരു സ്വഭാവമുള്ള അതിൽ ആരോടൊന്നും മിണ്ടത്തില്ല. പള്ളി വരും, നേരെ തിരിച്ച് വീട്ടിൽ പോകും. ഞങ്ങളോടൊന്നും അങ്ങനെ ആരോടും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. പള്ളിയിലൊക്കെ ബൈബിളൊക്കെ വായിക്കുന്ന ആളാന്നൊക്കെയാണല്ലോ പറയുന്നത്. പറയാൻ കേട്ടിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളാണെന്ന് പറയുന്നത്. ഇല്ല, ഞാൻ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഈ ചേച്ചി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു ഞാൻ ചേച്ചിനെ കവല വെച്ച് കണ്ടിട്ടുണ്ട്. അത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്ന് കണ്ടപ്പോഴൊന്നും അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം ഈ രണ്ട് പിള്ളേരെയും വെച്ച് ഇത്രയും ദൂരത്ത് പോയി ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ടോ? സാഹചര്യത്തിന്റെ പുറമെ നമുക്ക് തോന്നില്ല. സാഹചര്യത്തിന്റെ അന്നത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലരും പറയുന്നുണ്ട് ചേച്ചി ഇത് തെറ്റാന്നുള്ളത്. പക്ഷെ ചേച്ചി അത്രയും അനുഭവിച്ചിട്ടായിരിക്കും ചേച്ചി ഇപ്പോൾ അങ്ങനെ ചെയ്തത്. അപ്പൊ ചേച്ചിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ആ ചേച്ചി അങ്ങനെ ചെയ്യാനുള്ള കാരണക്കാരായാലും അവരെ ശിക്ഷിക്കണം എന്നാണ് നല്ലത് ഞാൻ പറയുന്നത്. ബീന ടീച്ചർ പഠിച്ചിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പഠിപ്പിച്ചപ്പോൾ ആ സമയത്ത് അങ്ങനെ ആ സമയത്താണ് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണ്. എനിക്ക് 24 വയസ്സുണ്ട്. ആ 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പാണ്. സ്വഭാവവും രീതികളൊക്കെ നമുക്കറിയാമല്ലോ. ആ സമയത്ത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയാണെന്നുള്ള കാര്യം. നന്നായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ പുറമേ ഉള്ള ഒരാളല്ലല്ലോ അവമേ ചെല്ലുമ്പോഴത്തുള്ള അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പുറത്ത് നമ്മുടെ പുറമേന്ന് നമുക്ക് ഇപ്പൊ നമ്മളെല്ലാരും, ഞാൻ ഇവരെക്കാളും ഒരു മൂത്താണ്. അപ്പൊ നമുക്ക് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർ ബീന ടീച്ചർ. അപ്പൊ നമുക്ക് ഇതെല്ലാം അറിയാം. ടീച്ചറിന്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. പക്ഷെ ഉള്ളിൽ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്നോ അല്ലെ, ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ ഇതിലെ നടക്കുന്ന, ഞങ്ങൾ ഇവിടുത്തെ യൂത്ത് പിള്ളേരൊക്കെയാണല്ലോ, ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ കണ്ടിട്ടില്ല. പക്ഷെ ജിമ്മി ഇതുപോലെ ചേട്ടൻ ചോദിച്ചോ, ജിമ്മി ഇവിടെ വന്നിട്ടുണ്ട്, പള്ളി വരാറുണ്ട്, കാണും, ചിരിക്കും, പോവും. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന നേരയുടെയും നോറയുടെയും പിള്ളേരുടെ മോഹം, അതിപ്പോ അതിനകത്ത് ആര് തെറ്റുകാരാണല്ലോ അവർ ശിക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മഴയത്ത് പോലും നമ്മൾ ഈ ഒരു ഇതിനു വേണ്ടി ഇറങ്ങിയത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ സപ്പോർട്ടായിരിക്കും ഇതിനു വേണ്ടി. എന്താ പറയാ ചേട്ടാ, കാശുള്ളവനൊരു നിയമം, കാശില്ലാത്തവനൊരു നിയമം, അത് പറ്റത്തില്ല. അത് കൃത്യമായിട്ട് ആ ചേച്ചിയും പിള്ളേരും മരിച്ചിട്ട് ഇപ്പം ഇത്ര നാളായി. അതിന്റെ ശരിക്കുള്ള ഒരു കാര്യം കണ്ടുപിടിക്കണം. അതിന്റെ വേണ്ട ആൾക്കാരെ അകത്ത് പോകണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടും. അത് തന്നെ പറയാനുള്ളത്. കാശുള്ളവർ വെച്ച് അവർ ആ ഒരു ഇതനുസരിച്ച് അങ്ങനെ പോരുത്. കൃത്യമായിട്ടുള്ള നിയമം അത് നടപ്പിലാക്കി ഇതിന്റെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം. മരിച്ചിട്ട് തീർച്ചയായിട്ടും നാളെ സംഭവം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളാരും അറിയുന്നില്ല. കാരണം പുറമെ അങ്ങനെ ആരും പറയുന്നില്ല. കാരണം വേറൊരാളെ സംഭവമൊക്കെ എന്തെങ്കിലും ഇപ്പൊ നാടുകാരും മൊത്തം അറിഞ്ഞേനെ. പക്ഷെ ഇവരുടെ സംഭവം അങ്ങനെ വീടിനകത്ത് തന്നെ ഒതുങ്ങി കൂടി പോകുമായിരുന്നു. ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കാശ് കൊടുത്ത് ഒതുക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഇപ്പൊ എല്ലാവരും പോലീസിന്റെ ഇതാണെങ്കിലും ആർക്കും ഒന്നും പറയാനും ഇല്ല. ഇവിടെ ഇപ്പൊ നീർക്കാടാണെങ്കിൽ പോലും ആരും ഒന്നും അങ്ങനെ പറയുന്നില്ലായിരുന്നു. ഞങ്ങളിപ്പോ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ ജാഥ കൂടിയതും. പക്ഷെ ഇത് ഇവരും കൊണ്ട് തീരത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്. തീർച്ചയായിട്ടും ആ ചേച്ചി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ലൊരു പാവം ചേച്ചിയായിരുന്നു, നല്ല സ്നേഹമുള്ള ചേച്ചിയായിരുന്നു. ആ ചേച്ചിക്ക് എന്തായാലും നീതി കിട്ടണം, തീർച്ചയായിട്ടും കിട്ടണം. വീട്ടിൽ വന്നപ്പോഴുള്ള പെരുമാറ്റവും ഭയങ്കര പാവമായിരുന്നു. എന്റെ ചേച്ചി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പൊ ഇവരുടെ കാര്യത്തിനൊക്കെ ആയിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. ആ ചേച്ചി ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. നല്ലൊരു പാവം ചേച്ചിയായിരുന്നു. ആ ചേച്ചിക്ക് തീർച്ചയായിട്ടും നീതി കിട്ടണം. അതിനുവേണ്ടി എവിടെ വേണേലും ഞങ്ങൾ പോരാടും. അത് തീർച്ചയായിട്ടും ആ ചേച്ചിക്ക് നീതി കിട്ടണം. എന്റെ ചേച്ചി ഏറ്റുമാരാണ് കോടതി ഓഫീസ്. ചേച്ചി കോട്ടയത്ത് ഏറ്റുമാരെ നോക്കുന്നുണ്ട്. അറിയാം, ചേച്ചിക്ക് അറിയാം. ചേച്ചി അറിയാമെന്ന് ഞാൻ പറയുന്നില്ല, കൂട്ടായിരുന്നു. അങ്ങനെ ചേച്ചി വന്നിട്ടുണ്ട്. ഇവിടെ കെട്ടി വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ
ഇവിടെ ചേച്ചി നവ്യാൻ വരിയ പെരുമാൽ എന്നാണ് ചേച്ചിയുടെ പേര്, അഡ്വക്കേറ്റ് ആണ്. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇടവകയിൽ ഇപ്പൊ കെട്ടി വന്നു കഴിഞ്ഞാലേ അവര് തമ്മിലൊരു സംസാരം ഉണ്ടായത്. അങ്ങനെ അവര് ഒരു രണ്ടുപേരും അഡ്വക്കേറ്റുമാരായതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു കമ്പനി ഉണ്ടാകുന്നുണ്ട്. ഈ അഡ്വക്കേറ്റ്സിന്റെ ഇടയിൽ നിന്ന് ഒരു വലിയ പ്രതികരണം ഉണ്ടാകുന്നില്ല. അത് എനിക്കറിയത്തില്ല. അതും വലിയൊരു ഇത് തന്നെയാണ്. കാരണം ബാർ കൗൺസിൽ അങ്ങനെ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല, ആർക്കും ഒന്നുമില്ല. കാരണം ഒന്നൊരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ മരിച്ചതാണ്, എന്നിട്ട് അവരാരും ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് വലിയ സംശയമുണ്ട്. ഭയങ്കര നിഗൂഢമായ സംഭവം ഇവിടെ പല ഓഫീസുള്ള എല്ലാം ഉള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല അവരുടെ. അതെ, ആരുടെ ഭാഗത്തും ഒരു കേസായിട്ടോ, കാരണം അവർക്ക് തന്നെ വേണം മുന്നിട്ട് ഇറങ്ങായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരാരും ഇത് ഇറങ്ങാത്തതിന്റെ തന്നെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ചേച്ചി അഡ്വക്കേറ്റിന്റെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത്. ഇല്ല, കുഴപ്പമില്ല. അത് ചേച്ചി അഡ്വക്കേറ്റ് ആയിരുന്നു, അറിയാം. പിന്നെ ഓരോ നാട്ടുകാർ ഇങ്ങനെ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അഡ്വക്കേറ്റ്സ് എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? തീർച്ചയായും ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. അടുത്തടുത്തായിരുന്നു വീട്, ഞങ്ങൾ അങ്ങനെ ഒത്തിരി തവണ സംസാരിച്ചിട്ടുണ്ട്. ആ ചേച്ചി ഭയങ്കര പാവമായിരുന്നു. ഇതിന് നീതി എന്തായാലും കിട്ടണം. അതിനുവേണ്ടി എവിടെ വേണം പോരാടാൻ വേണ്ടി എല്ലാവരും ഒരുക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.